സലാം. गुजर का बच्चा किधर है? അവനുമായിട്ട് ഞാൻ ഉടക്കി. क्या? പോട്ടി പോട്ടി. झगड़ा. तुम हमसे झगड़ा करेगा? Yes. तुम पागल है क्या? हम നിശ്ചൽ ഹേ. അതായത് ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച്. ദുഷ്മൻ. അത് നിങ്ങൾ കുറിച്ചോ? ഞാൻ സംസാരിക്കും. ഓക്കെ, ഓൻ ആ 2 മണിക്കൂർ ലൈവ് ചെയ്തിട്ട് ഒരൊറ്റ സാധനം കാണിച്ചത് ഓൻ്റെ ആഡ്സെൻസ് ഇങ്ങനെ എന്തോ ആക്കിയിട്ട് എന്തോ ഒരു കാണിച്ചിട്ട് ഇങ്ങനെ നോ ബ്രോ, സോളിഡ് പ്രൂഫ് എല്ലാം. എന്താ എനിക്ക് ഇന്നലെ കാണിച്ച സോളിഡ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് കാണിച്ച ഒരേ ഒരു കാര്യം, പ്രൈവറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇവനടക്കം ചെയ്യുന്ന കാര്യമുണ്ട്, എല്ലാം കാണിക്കും. മനസ്സിലായോ? ഞാൻ ഒരു കാര്യം പറയാം, ഒരുത്തനും സത്യം അറിയാണ്ട് ഒരുത്തനും ഈ കളം വിട്ടു പോകില്ല. സത്യം അറിയാണ്ട് ഒരുത്തനും ഈ കളം വിട്ടു പോകില്ല. നീ എവിടെ പറഞ്ഞ നീ ഇനി ലൈവ് വരൂലെന്നോ? നീ ഈ കളം വിടൂല ബ്രദർ, നീ ഈ കളം വിടൂല. മനസ്സിലായോ? നീ അങ്ങനെ പോകില്ല, മനസ്സിലായിക്കോ? നീ ഒരു സ്ഥലത്തും പോകാൻ പോകുന്നില്ല. സത്യം അറിയാണ്ട് നീ ഒരു സ്ഥലത്തും പോകാൻ പോകുന്നില്ല. മനസ്സിലായോ? സത്യം അറിയാണ്ട് നീ കളം വിടൂല. കറക്റ്റ് എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെ ഇത് സ്റ്റാർട്ടായി? ട്രസ്റ്റ് ട്രൂത്ത്, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സത്യത്തിനെ വിശ്വസിക്കുക, അന്നെ വിശ്വസിക്കണ്ട, ഇവനെ വിശ്വസിക്കില്ല. സത്യത്തിനെ വിശ്വസിക്കാലോ, അത് വിശ്വസിച്ചാൽ മതി. എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം ഞാൻ പറയും. വെയിറ്റ്, അതെ, അതുകൊണ്ടാ പറയുന്നത് സത്യത്തിനെ വിശ്വസിക്കാലോ. ഈ ലൈവ് മിക്കവാറും ഇവൻ അടിച്ചു കളയും. അപ്പൊ കിക്കിലേക്ക് പോകേണ്ടി വരും. എനിക്ക് അങ്ങനെ തോന്നുന്നത്, എനിക്ക് അറിയില്ല. പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ചെയ്യും. കാരണം ഇവിടെ തന്നെ എനിക്ക് ഇത് ആൾക്കാരെ അറിയിക്കണം. മനസ്സിലായോ? ആൾക്കാർ വരട്ടെ കൈസ്, ഇത് അറിഞ്ഞ ആൾക്കാർ വരട്ടെ, അവര് വരണം. ഇത് അത്രയും ആൾക്കാർ 1 ലക്ഷം പേര് കണ്ടതല്ലേ? അപ്പൊ ഇത് കുറച്ച് ആൾക്കാർ കാണണം, ഈ സത്യം അറിയണം. മനസ്സിലായോ? ആ ഒരൊറ്റ കാര്യമുള്ളൂ, സത്യം എന്താണെന്ന് നിങ്ങൾ അറിയണം. സത്യം അറിയാണ്ട് ഒരുത്തനും കളം വിട്ടു പോകില്ല. മനസ്സിലായോ? കോൺഫിഡൻസ് ആണോ, അഹങ്കാരാണോ, ഈഗോ ആണോ, വാട്ട് എവർ ബ്രദർ, സത്യം അറിയാണ്ട് ഒരുത്തനും കളം വിട്ടു പോകില്ല. നീയും മമ്മുവുമുള്ള ആ വീഡിയോ ഫേക്ക് ആണെന്നാണ്. വിത്ത് പ്രൂഫ് മാത്രമല്ല അതിനെതിരെ കേസ് പോകാനും തയ്യാറാണോ? കേസോ അറിയാലോ ഇനി AI ആണോ അല്ലയോ എന്ന്. അത് കാണു ബ്രദർ. ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട്, ഞാൻ ഇവന്റെ ലൈവ് വെച്ചിട്ടല്ലേ ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇത് കാണും. നമ്മളതിൽ പിന്നെ ഈ 2 ലക്ഷം 3 ലക്ഷം ഒന്നും കൊടുത്തിട്ട് ക്യാമറ വാങ്ങി ഇത്ര ക്വാളിറ്റി തരാനില്ല. ഒരു 5000 രൂപന്റെ വെബ് ക്യാമാണ്. അപ്പൊ ക്വാളിറ്റി അല്ല ഇത്രയും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇത് ബുദ്ധിമുട്ടുണ്ടാവും ബ്രദർ. ഇത് കഴിയുമ്പോ നീ ബുദ്ധിമുട്ടും. കുറച്ചധികം ഡാർക്കാ. മനസ്സിലായോ? കുറച്ചധികം ഡാർക്ക് തൊട്ട് ആകെ കാണിച്ചെന്താ അറിയോ? പ്രൈവറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ, മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ, അതാണ് ഈ പറഞ്ഞ മൂപ്പര് കാണിച്ച ഇത്. മനസ്സിലായോ? ഫുൾ സപ്പോർട്ട് മുത്തേ. താങ്ക് യു ബ്രദർ. ഓക്കെ, ഇത് ഭയങ്കര ഡാർക്കാ. ഇതിന്റെ പേരിൽ ആരൊക്കെ ആരെല്ലാം എന്നെ ഇട്ടിട്ട് പോയിന്നറിയോ? നിങ്ങൾക്ക് ആരെല്ലാം എന്നെ ഇട്ടിട്ട് പോയിന്നറിയോ? എന്റെ കൂടെ ഉണ്ടായ എത്ര ആൾക്കാർ എന്നെ ഇട്ടിട്ട് പോയിന്നറിയോ? ഇല്ല, ഞാൻ ഇത് കാര്യങ്ങൾ കാണിക്കാണ്ട് ഞാൻ മിണ്ടുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് വെയിറ്റ് ഇല്ല. ഞാൻ ഒരു ഉറപ്പ് പറയും, ലൈവ് തീരുന്നോടുകൂടി ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാള് തൂങ്ങിച്ചാവും. ഈ പറഞ്ഞത് ഒന്നുകൂടി കേട്ടോട്ടോ. ഒന്നുകൂടി കേട്ടെ. ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാള് തൂങ്ങിച്ചാവും. അല്ലെങ്കിൽ ഇത് തീരുന്നോടുകൂടി തീരുമാനമാവണം. ഈ ലൈവ് തീരുന്നോടുകൂടി കാര്യങ്ങൾ തീരുമാനം. ഞാൻ അത്രയും കോൺഫിഡൻസിൽ ഇതിരുന്ന് പറയണമെങ്കിൽ ആലോചിച്ചോ. ഓക്കെ, സ്ക്രിപ്റ്റ് ഓക്കെ. ഞങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് കിട്ടട്ടെ. എനിക്കിത് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടോ മോനെ? സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലോയിൽ ഞാൻ അങ്ങ് പോയിക്കോളും. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. 3500+ സോളിഡ് പ്രൂഫുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ 3152 35,000 അല്ല, 35 ലക്ഷം പ്രൂഫും കൊണ്ട് നീ വാ. 35 ലക്ഷം പ്രൂഫും കൊണ്ട് നീ വാ. നീയോ നിന്റെ കൊടിച്ചി പട്ടികളോ ആരാന്ന് വെച്ചാ വാ. നിനക്ക് വേണ്ടി വാലാട്ടിയിട്ടും നിനക്ക് വേണ്ടി കുനിഞ്ഞു വന്നിട്ട് കുറെ ഇത്രയും ആൾക്കാർ കാണുന്നോണ്ട് ഞാൻ തെറി വിളിക്കുന്നില്ല. നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരോട് 3500 35,000 35 ലക്ഷം കൊണ്ടുവരാൻ പറ ബ്രദർ. കൊണ്ടുവരാൻ പറ. ഞാൻ ഇപ്പോഴും നിങ്ങളോട് ഞാൻ പറയാം, ഞാൻ കിക്കിൽ കാണിച്ചത് വെറും 10% ഞാൻ കിക്ക് കാണിച്ചിട്ടുള്ളൂ. 10% മാത്രം കാര്യങ്ങളെ ഞാൻ കിക്ക് കാണിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നാൽ ബാക്കി ഒരു 40 ഞാൻ ഇടാം. ഞാനിപ്പോൾ ഒരു 40 ഇടും. ഞാൻ ഇടുന്നത് 40 ആയിരിക്കുമേ.
ഞാൻ 40% മാത്രമേ ഇപ്പൊ കാണിക്കൂ. ഇന്ന് ഈ ലൈവ് തീരുന്നതോടുകൂടി 40% കാണിക്കും. ടോട്ടൽ 60%. ബാക്കി ഒരു 40 ഉണ്ട്. ആ 40 ഇട്ട് കഴിഞ്ഞാൽ ബ്രദർ, നീ റോഡിൽ ഇറങ്ങിയാൽ നിന്നെ ആൾക്കാർ കല്ലെടുത്തെറിയും. മനസ്സിലായോ? നീ റോട്ടിൽ ഇറങ്ങിയാൽ Valrek നിന്നെ enter ആൾക്കാർ Appan Thomas in കല്ലെടുത്തെറിയും. MRZile Ducamo. ബ്രദർ, ട്രസ്റ്റ് മൈ വേർഡ്സ്, നീ റോഡിൽ ഇറങ്ങിയാൽ നിന്നെ കല്ലെടുത്തെറിയും. ഈ പറയുന്ന മുഖവും പേരും നീ ഓർമ്മിച്ച് വെച്ചോ. നീ ക്യാമറ നോക്കി എന്നോടെന്തോ പറഞ്ഞല്ലോ, നീ ഇതൊന്ന് കേട്ടോ. ഞാനിപ്പം കിക്കിലൊരു 10% കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 40% കാണിക്കും. ബാക്കി ശതമാനം നീ കണ്ടോ. മനസ്സിലായി? അത് ഇറങ്ങിയാൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ല എന്തായാലും. അപ്പൊ ഇത് കാണും, ഇത് കണ്ടിട്ട് ഇതാക്കും. കോണ ഓക്കെ. ഓഡിയോസ്, കോൾ റെക്കോർഡിങ്സും അല്ലാത്ത വാട്സപ്പ് ഓഡിയോസും അതും ഇതൊക്കെ ആയിട്ട് ബാക്കി ഒരുപാട് വീഡിയോസ്, കുറെ സ്ക്രീൻഷോട്ട്സ് ഓൺലി കോണ നമുക്ക് നോക്കാലോ. പിന്നെ ബാക്കി ലൈവ് പ്രൂഫായിട്ടും കാണിക്കാൻ പറ്റും. ഡിഫൻഡർ ലോഡിങ് ബ്രദർ, മോണിറ്റൈസേഷൻ ഓഫാണ് ബ്രദർ. എനിക്ക് പൈസ വേണ്ട. മനസ്സിലായി? ഇതിൽ എനിക്ക് പൈസ അല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഗേൾ ഫ്രണ്ട് അഫ്സി, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നിന്നോട് ഞാൻ പറയുന്നത്, ഗേൾ ഫ്രണ്ട്, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ പെങ്ങള്, നിങ്ങളിത് കണ്ടോ? നിങ്ങളെ മോന് അല്ലെങ്കിൽ നിങ്ങളെ ബോയ് ഫ്രണ്ട് ഒരിക്കലും ഇതല്ല എന്നുള്ള കാര്യം ഇതിൽ മനസ്സിലാവും. അത്രയും സാധനങ്ങളുണ്ട്. അതൊരിക്കലും ഈ 1-2 മണിക്കൂറിൽ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇതിന്റെ ബാക്കി നാളെ റാമ്പോ ശരത്ത് വന്നിട്ട് തീർക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ എന്തായാലും വിട്ടുപോകും. ഞാൻ വിട്ടുപോകുന്നൊക്കെ നാളെ ശരത്ത് ലൈവ് വന്നിട്ട് കവർ ചെയ്തോളും. ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാവരും കൊടുക്കാനുള്ള ഇവിടെ വെച്ച് വെറുതെ ഞാൻ ഇത്ര കോൺഫിഡൻസിൽ വെറുതെ സംസാരിക്കുന്നു, ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. അനിയാതെ നിങ്ങൾക്ക് എന്നെ അറിയാലോ, 12 വർഷമായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാലോ അല്ലേ? ഞാനിവിടെ അങ്ങനെ വെറുതെ വന്നിരിക്കുവോ ബ്രദർ? വെറുതെ ഞാൻ വന്നിരിക്കുവോ? നീ ഇത് കാണുന്നുണ്ട് എന്നൊക്കെ അറിയാം. മനസ്സിലാ? ഞാൻ അങ്ങനെ വെറുതെ ഇവിടെ വന്നിരിക്കൂല. ഇവിടെ വന്നിരിക്കുന്നുണ്ടോ അത് മനസ്സിലാ? എന്തായാലും കുറെ കാര്യങ്ങൾ, എന്തായാലും ഇത് ഫുൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളും എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റാ ബാൻ പ്രൂഫ് ഷോ. ഓക്കെ, അങ്ങനെ തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ പ്രൂഫ്. പക്ഷെ അങ്ങനെ തുടങ്ങല്ല. എടാ, ബോംബ് ഇട്ടിട്ടല്ലേ തുടങ്ങേണ്ടത്? ഇത് ബോംബിട്ട് YouTube Studio, കൂടുതൽ left menu click on, കൂടുതൽ go to super tab, കൂടുതൽ find super chat and turn the switch to the off position, or profile പോയി disable sound. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബോംബിട്ട് തുടങ്ങാം. ഞാൻ വെറുതെ അങ്ങനെ വരൂല ബ്രദർ. ഞാൻ ക്യാമ്പിട്ടെ വെറുതെ അങ്ങനെ ഇവിടെ വന്ന് കൊണക്കൂല. മനസ്സിലാ? ബാക്കി ഞാൻ കാണിക്കുന്നില്ല. നിക്ക്, ബോംബിട്ട് തുടങ്ങണേ നമുക്ക് ബോംബിട്ട് തുടങ്ങാം. പറ്റുമെന്ന് സൂപ്പർ ചാറ്റ് ചെയ്താ ബോംബ് ഇടണോ ബ്രോ? ഒന്ന് പറഞ്ഞേ. ബോംബ് ഇടണമെങ്കിൽ പറ ബ്രോ, പറ. നമുക്ക് ബോംബ് ഇടാലോ, ഒന്ന് പറ. ഇത് മെയിൻ ആയിട്ട് വലിയതിൽ തുടങ്ങണം, ചെറുതിൽ തുടങ്ങണം. എന്താ ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെ തുടങ്ങും? നീ തുടങ്ങ. അല്ല, ബോംബ് ഇടണ്ട. നമുക്ക് ഇങ്ങനെ പോവാം. മനസ്സിലാണ്? നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് പോവാം. ഇവൻ പറയുന്നത് എന്താണോ വിത്ത് സോളിഡ് പ്രൂഫ് ആയിട്ട് നമുക്ക് അതിവിടെ വെറുതെ വന്ന് കൊണക്കാൻ ഞാൻ വരൂല. മനസ്സിലാ? ഇൻസ്റ്റാ ബാനിന്റെ പ്രൂഫ് തന്നെ കാണിക്കാം. ആദ്യം കാണിക്കും. അവർക്ക് സാലറി കൊടുത്ത പ്രീമിയം അല്ലല്ലോ. ഇനി പ്രീമിയം ആണെങ്കിൽ വേറെ പ്രീമിയം ഇല്ലാത്തൊരു ഫോണിൽ എടുത്ത് വെച്ച് നോക്ക്. ഇതിൽ പരസ്യം ഉണ്ടാവില്ല. മനസ്സിലായി? ഇതിൽ പരസ്യം ഉണ്ടാവില്ല. പറ്റുമെങ്കിൽ വിശ്വസിക്കുക. അത് ഇതെല്ലാം മണ്ടന്മാരെ. ഇത് റിയൽ ഇതെല്ലാമോ ഞാൻ തെളിയിക്കണ്ട. മോണിറ്റൈസേഷൻ ഓഫാടാ മൊണ്ണകളെ. ബുദ്ധിയുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കത്. എവറിത്തിങ് ഐ ഹാവ്. ഓക്കെ, ഒന്നും ഇങ്ങനത്തെ ഒരു കാര്യവും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാം, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, ഇന്നലെ ആ ലൈവിൽ നടന്നത്, അതിന് മുന്നേറ്റ് അവരെന്തുകൊണ്ട് ആദ്യം ലൈവ് ചെയ്തില്ല? ആദ്യം ഒരു പ്രാക്ടീസ് പോലെ വീഡിയോ എടുത്ത് 10 ടേക്ക് എടുത്ത് വീഡിയോ എടുത്തിട്ടേക്കാം. 10 ടേക്കോ? എൻ്റെ ഉമ്മ സത്യമായിട്ട് അത് ഒറ്റ ടേക്കിലെടുത്ത വീഡിയോ. അത് രണ്ടാമത് പോലും എടുക്കൂല നമ്മൾ ഉറപ്പിച്ചതാ. കാരണം അതിന്റെ റിയാലിറ്റി പോയത്. രണ്ടാമത് എടുത്താൽ ചിലപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ എന്തെങ്കിലും ഇതാക്കി പറഞ്ഞു പോകും. അത് ആവരുത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റോ ആയിട്ട് അത് എടുത്തിട്ട വീഡിയോ ആണ് മൈരെ. ഞാൻ ഡയറക്റ്റ് ലൈവിൽ വന്ന് നിന്റെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഇന്നലെ അതിൽ പറഞ്ഞ ആ വീഡിയോയിലും ആ ലൈവിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഒന്ന് ഓർമ്മിച്ച് നോക്കണേ. പച്ചക്കള്ള എന്നാ പറയുന്നത്. നമുക്ക് ഇതെല്ലാം ഒന്ന് ഓർമ്മിച്ച് നോക്കി. ഞാൻ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നത്
എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ലാഗ്